ഹായ്. അപ്പം ഞാൻ കുറേ ദിവസം യൂട്യൂബിൽ വന്നിട്ട് അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ യൂട്യൂബ് ചെയ്യുമ്പം എന്തിനാണ് കണ്ണാടി ഇടുന്നതെന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പം ഇതുണ്ട് കണ്ണിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് പറ്റിയതുകൊണ്ട് ഇങ്ങനെ ഒരു പാടുള്ളതുകൊണ്ടാണ് കണ്ണാടി ഇടുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ നമ്മൾ പലവിടെയും കണ്ടിട്ട് ഓണത്തിന് കിറ്റ് കൊടുക്കണു, ഓണത്തിന് അങ്ങനെ കൊടുക്കണു, ഗവൺമെൻറ്റുകൾ കിറ്റ് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഓണത്തിന് കിറ്റ് കൊടുക്കാതെ ഒരു റേഷൻ കാർഡിന് 1500 രൂപ വെച്ച് കൊടുക്കണം. അതാണ് ഗവൺമെൻറ്റിന് വരുമാനം. അപ്പം ഞാൻ അതിൻ്റെ ഒരു ഏകദേശം കണക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ 1500 രൂപ എൻ്റെ റേഷൻ കാർഡ് പ്രകാരം ഞാനാണ് വാങ്ങിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഞാനും ആ 1500 രൂപ മേടിക്കും. ഇപ്പോൾ ഓണത്തിനാണെന്ന് വിചാരിക്കാം. ഓണത്തിന് ഒരു 10 കിലോ അരി ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ചിട്ട് ഒരു 440 രൂപ. പിന്നെ അത്യാവശ്യം സാധനങ്ങൾ എല്ലാം കൂടി 800 രൂപ. 900 രൂപ എന്ന് തന്നെ വെച്ചോ. 900 രൂപ കൊടുത്താൽ ഗവൺമെൻറ്റിക്ക് തിരിച്ച് ടാക്സ് ഒരു 900 രൂപ ചിലവാക്കുമ്പോൾ എങ്ങനെയും ഒരു 200 റുപ്യൻ്റെ അടുത്ത് ഗവൺമെൻറ്റിക്ക് ടാക്സ് വരും. അപ്പോൾ 1500 രൂപ കൊടുത്തിട്ട് 200 റുപ്യ ടാക്സ് വീണ്ടും ഗവൺമെൻറ്റിക്ക് വന്നു. നമ്മൾ സാധാരണക്കാരാണ്. നമ്മളിപ്പം എല്ലാവരും ഏകദേശം എല്ലാവരും മദ്യപിക്കുന്ന ആളാണ്. അപ്പം ഞാൻ പാലക്കാട് ജില്ലയിലെ ആലത്തൂർ മത്സരത്തിൽ എനിക്ക് വന്ന് പോകുമ്പോൾ 50 രൂപയ്ക്കുള്ള പെട്രോൾ വേണം. 50 രൂപയ്ക്കുള്ള പെട്രോൾ വേണമെങ്കിൽ നമ്മൾ 50 രൂപയ്ക്ക് അടിച്ചാൽ അപ്പോഴും ഗവൺമെൻറ്റിന് എത്ര വന്നു? ഏകദേശ കണക്കാണ് ഞാൻ പറയുന്നത്. ഒരു 15 രൂപൻ്റെ അടുത്ത് വന്നു. 15 രൂപ. ഇനിയിപ്പോൾ നമ്മൾ ആ ബീവറേജിൽ പോയി നമ്മൾ ഒരു 300 രൂപൻ്റെ ഒരു സാധനം വാങ്ങിക്കുകയാണ്. 300 രൂപൻ്റെ സാധനം മേടിക്കുമ്പോൾ അതിൻ്റെ ബില്ലാട്ടോ. 300 രൂപയുടെ സാധനം മേടിക്കുമ്പോൾ അതിൻ്റെ ബില്ലാണ്. അതിലിപ്പോൾ നമുക്ക് എത്ര വരുന്ന അറിയോ? ഇതിൽ ഗവൺമെൻറ് നമ്മൾ കൊടുക്കുന്ന പൈസ 286 രൂപ. 286 രൂപ പ്ലസ് 15 300 400 പെട്രോളിൻ്റെ 400 450 രൂപൻ്റെ അടുത്ത് ഗവൺമെൻറ്റിക്ക് തന്നെ ഇത് ടാക്സ് ആയിട്ട് വന്നു. ഇപ്പോൾ നമ്മളല്ലാതെ കുറേ പയറും കുറേ വെളിച്ചെണ്ണയും അങ്ങനെ കൊടുത്തിട്ട് ഗവൺമെൻറ്റിന് ലാഭമില്ല. അപ്പോൾ ഗവൺമെൻറ് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു ഇത്ര രൂപ എന്നുള്ളൊരു കണക്കാക്കുക. ആ പൈസ ഓരോരോ റേഷൻ കാർഡ് പ്രകാരം റേഷൻ കടയിൽ നിന്ന് കളക്ട് ചെയ്യുന്ന രീതിയിൽ ആക്കിയാൽ അതിൻ്റെ വരുമാനം ഗവൺമെൻറ്റിന് തന്നെയാണ്. അല്ലാതെ ഇപ്പോൾ പയർ കൊടുത്തു അത് തിന്നുക എന്നല്ലാണ്ട് ഒരു വരുമാനമില്ല. അപ്പം ഈ ഒരു പൈസൻ്റെ ലെവലിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് അവൻ്റെ കാര്യങ്ങളുമായി എന്താ പറയുക, ഇപ്പോൾ റേഷൻ അരി ഒക്കെ ആണെങ്കിൽ അതിനേക്കാൾ നല്ല പൈസ കൊടുക്കുക. ഒരു റേഷൻ കാർഡിൽ നിന്ന് 1500 രൂപ അല്ലെങ്കിൽ 2000 രൂപ അത് ഗവൺമെൻറ്റിക്ക് തന്നെ പിന്നീട് ടാക്സ് ആയിട്ട് വരും. അപ്പം ഗവൺമെൻറ്റിന് വരുമാനം അതല്ലേ കൂടുതൽ. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഗവേഷണത്തിൽ തന്നെ കണ്ടെത്തിയാണ്. ആരെയും കുറ്റപ്പെടുത്താനോ ആരെയും ഇതാക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. അപ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലത് അതാണെന്നാണ് തോന്നുന്നത്. ഗവൺമെൻറ് നമ്മൾ വരുമാനം ഉണ്ടാക്കാൻ പൈസ അങ്ങോട്ട് ഇട്ടിട്ട് ഇങ്ങോട്ട് വരുമാനം ഉണ്ടാക്കാൻ നമുക്ക് പറ്റുള്ളൂ. ഇപ്പോൾ ഗവൺമെൻറ് 1500 ഇട്ട് കഴിഞ്ഞാൽ മറ്റേ കടലിയും പരിപ്പ് കൊടുത്താൽ അവർക്ക് ഗവൺമെൻറ്റിന് വരുമാനം കിട്ടില്ല. 1500 കൊടുത്താൽ ഗവൺമെൻറ്റിൽ നിന്ന് 1500 500 രൂപ ഗവൺമെൻറ്റിന് തന്നെ വരുമാനമായി. അപ്പോൾ ഗവൺമെൻറ് പുരോഗമിച്ചാൽ നമ്മുടെ ജീവിതശൈലി പുരോഗമിക്കും. ഗവൺമെൻറ് വളർന്ന നമ്മളും അതിനോടൊപ്പം തന്നെ വളരുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് എൻ്റെ ഒരു അഭിപ്രായമാണ്. ഈ അഭിപ്രായം കേട്ടിട്ട് ആരും എന്നെ തെറിയൊന്നും വിളിക്കരുത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാനൊരു സാധാരണക്കാരൻ പറയുമ്പോൾ ഇതൊരു പൊട്ടത്തരമായിട്ട് തോന്നാം എല്ലാവർക്കും. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. 1500 കൊടുക്കുമ്പോൾ ഗവൺമെൻറ് 1500 ഇങ്ങോട്ട് കൊടുത്തു, തിരിച്ചത് ഗവൺമെൻറ്റിക്ക് തന്നെ പൈസ എത്തി. ഗവൺമെൻറ് ഒരു നാട്ടിലെ ഗവൺമെൻറ് വളരണം, നമ്മളും വളരണമെങ്കിൽ നമ്മൾക്ക് കുറേ പൈസ ഉണ്ടായിട്ട് കാര്യമില്ല. ഗവൺമെൻറ്റും നല്ല സാമ്പത്തികം ഉണ്ടെങ്കിലാണ് നമുക്കതിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഓക്കെ, ശരി. കുറേ നാളായി യൂട്യൂബിൽ വന്നിട്ടും അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണ്ടേ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് ഇത്തിരി സീരിയസ് ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ഓക്കെ, ബൈ.